കുമളിക്കാരനായിട്ടുള്ള ഒരു ബസ് കണ്ടക്ടറാണിത്. ഇദ്ദേഹം ഇന്നലെ മരിക്കുകയുണ്ടായി. നിങ്ങൾ എവിടെയെങ്കിലും ചെറുതായിട്ടെങ്കിലും കണ്ടിട്ടുണ്ടാകും ഇദ്ദേഹത്തിന്റെ വീഡിയോസും റീൽസും ഒക്കെ. കാരണം എന്താണെന്ന് ഞാൻ തിരക്കിയപ്പോൾ പല ന്യൂസ് വഴി ഞാൻ അറിയാൻ കഴിഞ്ഞത്, ഇദ്ദേഹം വളരെ അധികം സ്നേഹിച്ച് ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ട് ഒരു കല്യാണം കഴിക്കുകയുണ്ടായി. കല്യാണം കഴിച്ചതിന് ശേഷം കുട്ടിയൊക്കെ ആയതിനു ശേഷം ഭാര്യ ഗൾഫിലേക്ക് ജോലിക്കായിട്ട് പോയി. ഗൾഫിൽ പോയതിനു ശേഷം അവിടെ ചെന്നിട്ട് ഒരു ബന്ധം ഉണ്ടായി ഭാര്യയ്ക്ക്. അവിടെ ചെന്ന് ഗൾഫിൽ ചെന്നിട്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, മേ ബി ഒരു ഫിസിക്കൽ പാർട്ണർ ആയിരിക്കും, എന്തുവാണെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്നിട്ട് ഒരു ബന്ധമായി, എന്നിട്ട് അതൊരു സീരിയസ് ഇതായിട്ട് മാറി. ആ ഭാര്യയ്ക്ക് ആ ഗൾഫിലുള്ള ബന്ധത്തെ മതിയെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നു. എന്നിട്ട് ഇവർക്കൊരു കുട്ടി ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിന് ശേഷം. നിയമപരമായിട്ട് ആ ഭാര്യ ആ കുട്ടിയെ കോടതി വഴി നിയമപരമായിട്ട് തിരികെ വാങ്ങി. കാരണം നിങ്ങൾക്ക് ഇന്നത്തെ നിയമത്തിന്റെ സാഹചര്യം അറിയാലോ, പെണ്ണുങ്ങൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിന്റെ കൂടെ നിയമം നിൽക്കൂ. അത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അത് മുൻനിർത്തി ഭാര്യ ആ കുട്ടിയെ തിരിച്ചു മേടിച്ചു ഈ ഭർത്താവിന്റെ കയ്യിൽ നിന്ന്. ഈ ദുഃഖങ്ങളെല്ലാം കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കുമളിക്കാരനായിട്ടുള്ള ഒരു പാവം ബസ് കണ്ടക്ടർ ആയിരുന്നു. ഇന്നലെ ആയിരുന്നു സംഭവം. നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടാകില്ല എങ്കിലും കുമളിക്കാരനായിട്ടുള്ള ഒരു ബസ് കണ്ടക്ടറാണിത്. ഈ ഒരു വീഡിയോ ആണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും FB-ലും ഒക്കെ ഏറ്റവും അധികം ഷെയർ ചെയ്ത് എല്ലാവരും സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. യൂട്യൂബിൽ അത്ര ഞാൻ കണ്ടില്ല, പക്ഷേ മനസ്സിൽ നമുക്ക് കേൾക്കുമ്പോൾ വളരെയധികം ഒരു വിഷമം തോന്നും. ആ ഒരു പയ്യൻ രഞ്ജിഷ് എന്ന മറ്റോ ആണ് പയ്യൻ്റെ പേര്, കുമളിയിലുള്ള. പക്ഷേ ബസ്സിൽ വർക്ക് ചെയ്ത്, അതായത് ഈ പല ബസ്സേ വർക്ക് ചെയ്യുമല്ലോ ഇവർ. അപ്പോൾ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായം മാത്രം പറയാനുള്ള ഒരു വ്യക്തി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ കൊച്ച് ഡിവോഴ്സ് കേസ് നടക്കുമ്പോൾ ആ കൊച്ച് ആരുടെ കൂടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ അത് അതിൻ്റെ അമ്മയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ആ കൊച്ചിനെ വളർത്തിക്കൊണ്ടിരുന്നത് ഇവരാണ്. ഈ പയ്യനും പയ്യൻ്റെ അച്ഛനും അമ്മയും കൂടെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയതും പ്രണയിച്ച് കല്യാണം കഴിച്ചതൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ അവിടെ ഒക്കെ തരണം ചെയ്യുന്നു. പക്ഷെ കൊച്ച് 6-7 വയസ്സുള്ള പെങ്കൊച്ചാണ്. കൊച്ച് അമ്മയുടെ കൂടെ പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരനാകെ തകർന്നു പോയത്. ഇത് വേറൊരു രീതി നോക്കുമ്പം പിള്ളേരുടെ മനസ്സെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തിനേലും ഒരു ഉറപ്പുണ്ടോ, അവർ അന്നേരം കാണുന്ന ഭ്രമങ്ങളിലാണ് വീഴുക. ഇപ്പം അമ്മ വിദേശത്ത് ജോലി ചെയ്യുന്ന അമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമ്പം മകളെ കാണാൻ വരുമ്പം, കുമളി പ്രദേശമൊക്കെ ഗ്രാമപ്രദേശമാണല്ലോ, അപ്പോൾ ആ അമ്മ വരുമ്പം നിറപ്പകട്ടാർന്ന വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റും എല്ലാം കൊണ്ടിരുന്ന ഒരു അമ്മയാകുമ്പോൾ ആ കുഞ്ഞ് വിചാരിക്കുന്നത് എന്താണ്, എന്നും ഇങ്ങനെ ആയിരിക്കും അമ്മയുടെ കൂടെ പോയാലെന്നുണ്ടാവും. അതങ്ങനെ കരുതുള്ളൂ. പക്ഷേ ഇവർ അതിൻ്റെയൊക്കെ 10 ഇരട്ടിയുള്ള സ്നേഹമാണ് ഇവർ കൊടുക്കുന്നത്. പാവങ്ങളായ ആൾക്കാരാണ്. വളരെ ഒരു മര്യാദക്കാരായ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന കൂട്ടൊരു കൊച്ചു ഫാമിലി, ഒറ്റ മോനാണ്. അത്രയും ഈ മകൻ മദ്യം കുടിച്ചിട്ട് ആ കൂടെ കീടനാശിനി എന്തോ ആണ് അടിച്ചേച്ച് രാത്രി വീട്ടിൽ വന്ന് കയറിയപ്പം അച്ഛൻ ചോദിച്ച ചോദ്യം, ഈ നടക്കുന്ന രീതി കണ്ട് മാറ്റം വന്നപ്പോഴത്തേക്കിന് അച്ഛൻ ചോദിച്ചത്, നീ എന്തെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടോ, വിഷം കഴിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ പറ, നമുക്ക് ഒന്നിച്ചു പോകാം എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതായത് ഈ രഞ്ജിഷിൻ്റെ അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പം അവരുടെയൊക്കെ ആ ഒരൊറ്റ വാക്കിൽ നിന്ന് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ, അല്ലെ അവരെങ്ങനെയുള്ള മനുഷ്യരാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇല്ലേ. ഒരു പാവം സാധാരണക്കാരായ മനുഷ്യർ അവരാണ്. ഈ കൊച്ചിനെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല, പിള്ളേരാണ് അവർക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ കൊച്ചിനി വലുതാവുമ്പോൾ വളരെയധികം വിഷമിക്കുന്ന ഒരു കാര്യമായി തന്നെ തീരും ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വീണ ഇങ്ങനെയൊരു സംഭവം കൊണ്ടാണ്. അല്ലാതെ ഭാര്യ ഒരാളുടെ കൂടെ ഒളിച്ചോടുകയെന്നും വിദേശത്ത് പോവുക, വേറൊരാളെ കല്യാണം കഴിച്ച് പോവുക, ഇതൊന്നും ഇന്നത്തെ കാലത്ത് വലിയ പുത്തിരിയൊന്നും അല്ല. ആൾക്കാർ പിടിച്ച് നിൽക്കും, അതൊക്കെയുണ്ട്. പക്ഷേ ഈ സെൻസിറ്റീവായ ആൾക്കാർ ഈ പറയുന്ന പോലെ എല്ലാ പ്രതിസന്ധിയും വളരെ കരുത്തോടെ തരണം ചെയ്യും എന്നൊക്കെ നമ്മൾ ചുമ്മാ വാചടിക്കുമെങ്കിൽ എല്ലാവർക്കും ഒന്നും അതൊന്നും പറ്റത്തില്ല. പിന്നെ ഈ പയ്യൻ ഈ കൂടെയുള്ള ജോലിക്കാരുടെയൊക്കെ കൂടെ ഇത്രയും മിങ്കിൾ ചെയ്തൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരുന്ന. പക്ഷെ കൊച്ചും കൂടെ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതാണ് ഉണ്ടായത്. ഭാവിയിൽ ഈ കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം ഞാൻ അതാണ് ഈ വാർത്തയെ ആലോചിക്കുന്നത്. ഈ കൊച്ചു ഒന്നും അറിയാത്ത പ്രായമാണല്ലോ, 6 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. കോടതിയാണെങ്കിൽ കൊച്ചിനോട് ചോദിക്കും അച്ഛനോടും അമ്മയോടും കൂടെ പോകുന്നത്. അതിന് മുന്നേ വക്കീലന്മാരുടെയും എല്ലാം ഉള്ള ബ്രെയിൻ വാഷിങ്ങോ എന്തെങ്കിലുമൊക്കെ പിള്ളേരെ മറിച്ചിടാനുള്ള തന്ത്രങ്ങളും. 2 വക്കീൽ ഈ കുടുംബ കോടതിയിലെ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ പോയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ ഡിവോഴ്സ് വക്കീലന്മാർ തമ്മിൽ ബുദ്ധിയുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും മത്സരമാണ് നടക്കുന്നത്. കാരണം അവർക്ക് എന്തോ കമ്മീഷനോ അങ്ങനെ എന്തോ പരിപാടിയോ, ഫീസ് കനത്ത ഫീസാണ്. അപ്പോൾ ഡിവോഴ്സ് നടത്തി കൊടുക്കുക, അതേപോലെ കൊച്ചുങ്ങളെ മേടിച്ചു കൊടുക്കുക, തൻ്റെ കക്ഷിക്ക് കൊച്ചിനെ മേടിച്ചു കൊടുക്കുക, അതിൻ്റെ ഇടയ്ക്കുള്ള വേറെ മാനുഷിക പരിഗണനകളൊന്നും ഇല്ല. അപ്പോൾ ആ കൊച്ചിനെ അവരെങ്ങനെയൊക്കെയോ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇനി ആ കൊച്ചൊരു 10-18 അല്ലെ 10-16 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും സത്യം, റിയാലിറ്റി എന്താണെന്ന് അറിയുക.
അപ്പോഴീ കൊച്ചി ഈ അമ്മയെ സ്നേഹിക്കുമോ എന്നുള്ളത് നമുക്ക് അന്നത്തെ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ കൊച്ചു വളരാൻ പോകുന്നത് രണ്ടാനച്ഛൻ്റെ കൂടെയാണ്. ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആളുടെ മോറൽ സൈഡ് അത്രയും നല്ലതായിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു കല്യാണം കഴിച്ച് ഒരു കുട്ടിയുള്ള ഒരാളെ കല്യാണം കഴിക്കുന്ന ആളാണ് ഈ കൊച്ചിൻ്റെ രണ്ടാനച്ഛൻ. അപ്പം മോറൽ സൈഡ് എങ്ങനെയാണെന്നും പറയാം. ഇനി അയാളും ഡിവോഴ്സായിട്ട് നിൽക്കുകയാണെന്ന് അറിയില്ല, ആ ഭാഗം നമ്മൾ പറയുന്നില്ല. എന്താണെങ്കിലും ഇവർ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. ഈ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് ഈ പെണ്ണ് വിദേശത്ത് പോയതാണ്. വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു ബന്ധം ഉണ്ടാകുന്നു. പിന്നെ ഈ പയ്യൻ ഇനി കാണുന്ന പെണ്ണുങ്ങളുടെ എല്ലാം പുറകെ പോയി പിന്നെ മദ്യപിച്ച് ലക്ക് കെട്ട് അല്ലെങ്കിൽ ഈ പെണ്ണിനെ വന്ന് ഉപദ്രവിക്കുന്ന ഇങ്ങനെ ഒരു വലിയൊരു താന്തോന്നിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വിദേശത്ത് പോയിട്ട് അവിടെ പോയി മറ്റൊരാൾ ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് സകതാ അർഹിക്കുന്നവളാണ്. പക്ഷേ നിലവിൽ അങ്ങനെയല്ല വാർത്തയല്ല ഞാൻ അന്വേഷിച്ചപ്പോഴും അറിഞ്ഞത്. ഇത് കുമ്മളിയിലാണല്ലോ, ഞാൻ കോട്ടയംകാരിയാണ്, ഇത് അറിയാൻ വലിയ പാടൊന്നുമില്ല എനിക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവദൂഷ്യം ഒന്നുമുള്ള പയ്യനല്ല എന്നാണ് അറിഞ്ഞത്. പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. പിന്നെ എന്തൊക്കെയോ ഈ പ്രലോഭനങ്ങളാണല്ലോ, സ്ത്രീകളെ വീഴിക്കുന്നത് മൊത്തം പ്രലോഭനങ്ങളാണ്. അപ്പോൾ ഏതാണേലും ഏതോ പ്രലോഭനത്തിൽ വീണ് അയാളുമായിട്ട് കമ്പനിയായി. പക്ഷെ അവരങ്ങ് പോയാൽ മതിയായിരുന്നു, ഈ കൊച്ചിനെ വേണം എന്നുള്ളത്. കാരണം ഈ കൊച്ച് അമ്മയുടെ കൂടെ കോടതി പെൺപിള്ളേർ പ്രത്യേകിച്ച് വളരേണ്ടത് അമ്മയുടെ കൂടെയാണ്. കാരണം അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയാണ് വേണ്ടത്. ആ ഒരു പരിഗണനയാണ് കാലങ്ങളായിട്ട് കോടതി കൊടുക്കുന്നത്. അപ്പം വേറൊരു കാര്യമുണ്ട്, ഈ അമ്മയുടെ കൂടെ വളരുമ്പോൾ അവിടെ ഒരു രണ്ടാനച്ഛനുണ്ടല്ലോ, അതും ഒരു പെൺകുഞ്ഞിന് അത്ര സുരക്ഷിതത്വം ഒന്നും പറയാൻ പറ്റില്ല. അയാൾ അത്ര നല്ലവൻ, സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്നവൻ, അങ്ങനെ സ്നേഹിക്കുന്നവരും ഉണ്ട്. അങ്ങനെയാണ് ആ കൊച്ചിൻ്റെ ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഇവരെല്ലാം കൂടെ കളിച്ച് പാവം ഒരു മനുഷ്യനെ അങ്ങ് ഇല്ലാതാക്കി. കോട്ടയം കാരിത്താസിൽ ഒരാഴ്ച എങ്ങാണ്ട് കിടന്നു, രക്ഷിക്കാനായില്ല. അപ്പോൾ ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഇന്നൊക്കെ എല്ലാവരും വളരെ സങ്കടത്തോടു കൂടി ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ്. ഇതിൽ നിന്നോർത്ത് എത്ര ഈ ഒരു സംഭവത്തോടെ ഇനി നോക്കിക്കേ, ഇപ്പം ഇത് ചെയ്ത ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും അവരുടെ സങ്കടം ഒന്നോർത്തേ എങ്ങനെയുണ്ട്. ഈ പോയ പെണ്ണ്, ആ പെണ്ണിനൊന്നും നഷ്ടപ്പെടാനില്ല. ചുമ്മാ ഒരു പയ്യനെ കണ്ടു, പ്രണയിച്ചു, അന്നേരം തോന്നിയ ഭ്രമത്തിൻ്റെ പുറത്ത് ആ പയ്യനെ കയറി പ്രണയിച്ചു. പിന്നെ ആ പയ്യനെ കയറി കല്യാണം കഴിച്ചു. പിന്നെ ഒരു കൊച്ചുണ്ടാകുന്നു, കൊച്ചിനെ കെട്ടിയോനെ ഇട്ടേച്ച് വിദേശത്ത് പോകുന്നു. അവിടെ പോയി ഒരുത്തനെ കാണുന്നു. അപ്പം ഭ്രമം മനസ്സിൻ്റെ കൺട്രോൾ പോയി അവനോട് അടുക്കുന്നു, അങ്ങോട്ട് പോകുന്നു, അവനെ കിട്ടുന്നു. പിന്നെ ഇവനോട് വന്ന് പ്രതികാരം വീട്ടുന്ന പോലെ ഈ കൊച്ചിനെയും കൊണ്ട് ഒരു പോക്ക്. അങ്ങനെ ആ ഒരു കുടുംബത്തിനെ നിലംപരിശാക്കി കളയാൻ ഒരു സ്ത്രീക്ക് സാധിച്ചു. അതാണ് പറയേണ്ടത്. ഈ അവരും ഒരു സ്ത്രീയാണ്, ഞാനും സംസാരിക്കുന്ന ഞാനും ഒരു സ്ത്രീയാണ്. പക്ഷേ പുരുഷനേക്കാളും ചില സമയത്തൊക്കെ രാക്ഷസികളായി മാറാൻ സ്ത്രീകൾക്ക് കഴിയും. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ജോലി സ്ഥലത്ത് എവിടെയെങ്കിലും നല്ല പവറുള്ള നല്ല സ്ഥാനമാനങ്ങളുള്ള ഒരു പൊസിഷനിൽ ഒരു സ്ത്രീ എത്തുന്നു, ഒരു പുരുഷൻ എത്തുന്നു, രണ്ടും രണ്ടാണ്. നമ്മൾ ആ ഓഫീസിൽ കയറി ചെന്ന ഒരു സ്ത്രീയാണ് ആ പൊസിഷനിൽ ഇരിക്കുന്നെങ്കിൽ, ഇരിക്കുന്നതെങ്കിൽ നമ്മളെ ഇട്ട് വല്ലാതെ വലയ്ക്കും, വല്ലാതെ അഹങ്കാരം കാണിക്കും, ഒരു രക്ഷയില്ല. പുരുഷനാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. അതങ്ങനെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ അവരങ്ങനെയല്ല എന്ന് പറയുന്നു. ഞാനിത് എല്ലാവരെയും കൂട്ടിയല്ല പറയുന്നത്. ചിലർ നമ്മൾ ഗവൺമെൻറ് ഓഫീസിൽ കയറിയാലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ ചില നേഴ്സുമാർ ഹെഡ് വെയിറ്റ് ചെയ്ത് പെണ്ണുങ്ങൾ, അങ്ങനെ തന്നെ പറയാൻ തോന്നും, പെണ്ണുങ്ങൾ ചില സ്ഥാനത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തലക്കനം എൻ്റെ പൊന്നോ സഹിക്കാൻ പറ്റിയല്ല. അതേപോലെ തന്നെ സ്ത്രീകൾ ഒരുമ്പട്ട് അങ്ങോട്ട് ഇറങ്ങിയത് തന്നെ ഇന്ദ്രനും ചന്ദ്രനും തടുക്കാൻ പറ്റിയിരുന്നോ, ഇതൊക്കെയോ ഒരു പഴഞ്ചൊല്ലില്ലേ, അതേപോലെയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ആ പയ്യനെ കൊന്നുകളഞ്ഞ് ആ പയ്യൻ്റെ വീട്ടുകാരെയും അവർ ഇനിയിപ്പം ചത്തേനൊക്കുമേ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെയല്ലേ അവരെ താറുമാറാക്കി. എന്നിട്ട് ഇനി അങ്ങോട്ട് എന്താണ്, ഒന്നുമില്ല, സാധാരണ പോലെ അവർ ജോലിക്ക് പോയി സമ്പാദിച്ചു പോവും. ഈ പാവം കൊച്ചിന് കുറച്ച് ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അച്ഛൻ്റെ കൂടെ പോകണമെന്ന് തോന്നും. അപ്പോൾ അച്ഛനുണ്ടോ? പിള്ളേരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. തൽക്കാലം കൊടുത്ത് ചോക്ലേറ്റിൻ്റെ ഒക്കെ ഇതിൽ അങ്ങോട്ട് പോകാമെന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് പോകണമെന്നും പറയും. അപ്പോൾ അതിൻ്റെ അച്ഛനുണ്ടോ? ഇല്ല. ഇതൊക്കെയാണ് ഈ പെണ്ണ്, അതായത് ഭാര്യയായി വന്ന പെണ്ണുകൊണ്ട് ഒരു വീട്ടോട്ട് കയറിയിട്ട് ആ വീടിനുണ്ടായ ഒരു അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.